ഇപ്പോഴും പാർക്കറും അല്ലെങ്കിൽ ഈ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും കാലിസ്തനിക്സും പാർക്കറൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. കാരണം സിനിമയിലേക്ക് വരുമ്പോൾ ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്ത് ഇഞ്ചുറിയോ എന്തെങ്കിലും പരിപാടികൾ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമേനെ എഫക്റ്റ് ചെയ്യും, നമ്മളെ എഫക്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇഞ്ചുറീസും അങ്ങനത്തെ ഒന്നും ഇല്ലാതിരിക്കാണ്ട് ഇതൊക്കെ ഒന്ന് ബോഡിയൊക്കെ അതായിട്ടൊന്ന് കോപ്പപ്പായി നിന്ന് കഴിഞ്ഞാൽ, ട്യൂണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്രയും ഇഞ്ചുറീസ് കുറവുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത്. കാരണം മലയാളത്തിലാണ് കുറവ്. ഇപ്പോൾ പണ്ടിപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, സുരേഷ് കൃഷ്ണൻ, സുരേഷ് ഏട്ടനൊക്കെ പറഞ്ഞത്, അതായത് ബാക്കി തെലുങ്കും തമിഴും ജനിച്ച് വീഴുമ്പോഴേ ഈ പറയുന്ന കുതിരയുടെ പുറത്തും ഫൈറ്റും ഡാൻസും ഇതൊക്കെ പഠിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. നമ്മുടെ ഇവിടെയാണ് അത്രയും ഇതിലേക്ക് വന്നത്. ഇപ്പോഴാണ് അതൊരു, അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുന്നത് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് വരുന്ന സിനിമകളിലൊക്കെ തന്നെ എനിക്ക് ആക്ഷൻ ഉണ്ട്. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന എല്ലാ സിനിമകളിലും വരയാൻ എല്ലാത്തിലും ആക്ഷൻ ഉണ്ട്. വരയാനൊക്കെ 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ചെയ്താണ് ഫസ്റ്റ് ഒരു പ്രോപ്പർ ആക്ഷൻ ചെയ്യുന്നത്. അതെ അതെ, ആക്ഷൻ പരിപാടി ചെയ്യുന്നത് അതിനകത്താണ്. എൻ്റെ ഫസ്റ്റ് ആക്ഷൻ പടം ലാസ്റ്റ് ബെഞ്ച് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിൽ ഇടികൊള്ളാൻ പോയി. അത് അങ്ങാടി തെരുവ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നായകനൊക്കെ ആയിരുന്നു അതിനകത്ത്. അതിൽ ജസ്റ്റിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കോമഡി ജസ്റ്റിൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, മുസ്തഫ ഉണ്ട്, ബിയോണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ജസ്റ്റിനും അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓഡീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിനെ പരിചയമുണ്ട്. ഞങ്ങൾ സ്റ്റാർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് കൈരളിയിൽ. ഇതൊക്കെ എൻ്റെ പ്രാക്ടീസിൻ്റെ ടൈമുണ്ട്. ഇതൊക്കെ ഞാൻ കയറി ഇറങ്ങിപ്പോയ, അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ സ്പേസസ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്. ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു സഭാകമ്പം അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇപ്പോഴും വരാറുണ്ട് ഉള്ളിൽ. അപ്പോൾ അന്ന് ഒട്ടുമില്ല. ഇന്ന് പിന്നെയും കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറയാം. ഫേസ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ആ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് ഈ പറയുന്ന പോലെ ഈ സ്റ്റാർ ഹണ്ട് പോലത്തെ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ദിവസം ജസ്റ്റിൻ്റെ കോൾ വരികയാണ്. അപ്പോൾ ജസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ, എൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട് അതിനകത്ത്, കുറച്ചുള്ളൂ, വന്നിട്ടിങ്ങനെ അവരടിക്കാൻ പോകുന്നു, എന്നിട്ട് ഇടി കൊണ്ട് പോരുന്ന പരിപാടിയാണെന്നു. ഓക്കെ ആണ് ഞാൻ. പിന്നെ എന്ത് ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു അതിന് മുമ്പ് എന്ത് സംഭവം കഴിഞ്ഞാൽ നല്ല കട്ട മീശ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയാണ്, മീശ കുറച്ചും കൂടി യങ്ങായിട്ടിരിക്കുക എന്നിട്ട് മീശയും കൂടി പഠിച്ച് കളഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവൻ വിളിക്കുന്ന ചേട്ടൻ്റെ റോള്. എന്നിട്ട് ഞാൻ മീശയൊക്കെ പഠിച്ച് മറ്റേ പുത്തൻ കലമായിട്ടാണ് പോയെന്നും മറ്റേ ഭീഷണിയൊക്കെ. അതിനകത്ത് എൻ്റെ വോയിസ് യൂസ് ചെയ്താണ് വേറെ ആരുടെയോ, എൻ്റെ വോയിസ് അല്ല അതിനകത്തുള്ളത്. അതും കോമഡിയാണ്. അപ്പോൾ അത് അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം പോയി ഫൈറ്റും പരിപാടികൾ, ഇടി കൊള്ളുന്ന പരിപാടികളൊക്കെ. ആദ്യം ഞാൻ ഇടി കൊണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അതെ, ഇടി കൊടുക്കാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആദിയിലാണ് എനിക്ക് ഒരു ചെറിയൊരു പഞ്ചും കാര്യങ്ങളൊക്കെ, ചെറിയൊരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നത് ആദിയിലാണ്. കൂട്ടുകാരനെ തന്നെ ഇടിക്കാൻ പറ്റി. അവന് ഞാൻ കുറേ ഓങ്ങി വെച്ചേക്കായിരുന്നു ഞാൻ ഷറഫിന്. കുറേ നാളായിട്ട് ഓങ്ങി വെച്ചേക്കായിരുന്നു. അത് ഞാൻ ആദിയിൽ കൊടുത്ത് തീർത്തു. ഞങ്ങളെപ്പോഴും ഭയങ്കര പോട്ടിയാണ്. ഞങ്ങളെപ്പോഴും അങ്ങനെ അതെന്നല്ല സൗഹൃദപരമായിട്ടുള്ള ഇത്, ഹെൽത്തി ആയിട്ടുള്ള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഇതുണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോഴും ശത്രുക്കളുടെ പോലെ കൂട്ടത്തിലെല്ലാവരും പറയുമായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ആദിയിലാണ് അവനെ നല്ല ഇടി ഇടിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതാണ് വരയനിൽ ഫൈറ്റ് ചെയ്യുന്നത്. ആദിയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോഴും എല്ലാ ആളുകൾക്കും ഒരു പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള കൗതുകമാണല്ലോ പ്രണവ് മോഹൻലാൽ. ഈ അതിൽ അഭിനയിക്കുന്ന സമയത്ത് പ്രണവ് മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ട് സിജു മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു? അന്ന് പരിചയപ്പെടാനോ ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു? പിന്നെ ഞങ്ങൾ ഫുൾ ഓൺ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ, ഷറഫ്, അപ്പു എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സതീഷ് ഏട്ടൻ ക്യാമറ, സതീഷ് കുറുപ്പ്, നമ്മളൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ജില്ലയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ടാലൻ്റഡ് ആയിട്ടുള്ള ആണ്. അപ്പൻ്റെ ടാലൻ്റൊന്നും പുറത്തേക്കൊന്നുമില്ല. അവൻ്റെ ടാലൻറ്റുകൾ പുറത്തേക്ക് വരുമ്പോഴാണ് നല്ലൊരു ഹ്യൂമണാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ അറിയാം. അവൻ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട്, അവൻ ലോകപൂരുള്ളതുകൊണ്ട് അറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത്ര ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയൊക്കെ ഉള്ളു പരിപാടി എന്നുള്ളതും അവന് വ്യക്തമായിട്ട് അറിയാം. അതാണ് ആ സിംപ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ
അതായിട്ട് നിൽക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് എൻ്റെയും അപ്പൂൻ്റെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ ഷറഫിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, അവൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ റാമോജിയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഇപ്പം പറഞ്ഞു അപ്പോൾ വന്നിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞാണല്ലോ, അപ്പോൾ എനിക്ക് മറ്റേ റോക്ക് ക്ലൈമ്പിങ്ങിന് പോകാം വൻ്റെ ഒന്ന് വെച്ച്. ഞാൻ പറഞ്ഞു പിന്നെ എന്തേ പോകാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഷോർട്സൊക്കെ ഇട്ട് ഇവൻ ഒരു ബാഗ് മറ്റേ പരിപാടി പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, വീണാൽ ഇത് ചെയ്യാനുള്ള പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് പോവാണ്. ഇവൻ മലയും കുന്നും, അതായത് അവിടുത്തെ പാറയും ഇതൊക്കെ കാണും, ഭയങ്കര എന്നെ കൂർത്തിരിക്കുന്നതും. അന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ് ഒന്നുമല്ല, ഭയങ്കര ഷാർപ്പായിട്ടുള്ള, കൊണ്ടു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഒരേ പൊളിയും എന്നല്ല, തൊലി അങ്ങ് പോവും, ഫുള്ള് പോവും. അത്രയും ഷാർപ്പായിട്ടുള്ള കരകരപ്പായിട്ടിരിക്കുന്ന സ്പേസാണ്. ഇവൻ ചുമ്മാ ചാടി 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 പോകണം. ഞാനിവിടെ മറ്റേ പിടിച്ച് ചവിട്ടിയൊക്കെയാണ് ഇറങ്ങുന്നത്. അതായത് നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ പരിപാടി. എങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്നുള്ളൊരു പരിപാടിയാണ്. ചുമ്മാ കൂളായിട്ട് ചുമ്മാ ഇങ്ങനെ 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 നടന്ന് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു പാറ, മറ്റേ CID ഉണ്ണികൃഷ്ണൻ്റെ പറയുന്നത് നല്ല കട്ടാന്ന് പറയണമല്ല, നല്ലൊരു പാറ, വലിയ പാറ കണ്ടിട്ട് ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് മച്ചാൻ അവിടെ മറ്റേ താഴെ ബെഡ് പോലത്തെ പരിപാടി ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഷൂസും പരിപാടിയൊക്കെ ഇട്ടിട്ട് സാധനം പതിയെ പിടിച്ച് ഇങ്ങനെ കയറി തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നേക്കുന്നത് ഞാനാണല്ലോ, ഉത്തരവാദി ഞാനാണല്ലോ. ഇവനെങ്ങാനും വീണ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. ഞാൻ ഷറഫിനെ വിളിച്ചിട്ട് ഷൂട്ട് കഴിഞ്ഞോ, ഇല്ല എടാ ഒന്ന് വേഗം അറിയില്ല. അവനിങ്ങനെ കയറി, എനിക്കിത് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ പുള്ളി കൂളായിട്ട് ഇടയിലൊന്ന് വീണായിരുന്നു, പക്ഷെ ബെഡിലേക്ക് വീണ്. അതവന് പ്രാക്ടീസാണ്, അവൻ അത് യൂസ്ഡാണ് അങ്ങനത്തെ പരിപാടികൾ. വീണു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഷറഫ് വന്നു. ഇതൊക്കെ എനിക്ക് ആശ്വാസം ഏതെയുണ്ട്. ഇവൻ കൂളായിട്ട് ചില്ലായിട്ട് വീണു. അവൻ അന്ന് പറയണ്ടായിരുന്നു ഹംപിയിൽ പോകണം, ഹംപിയിൽ പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ കംപ്ലീറ്റ് പാറകളാണ് അതിൻ്റെ പുറത്ത്. അവൻ റോക്ക് ക്ലൈമ്പിങ്ങും പരിപാടികളും അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും അവിടെയാണ്. അന്ന് പറയണ്ടായിരുന്നു ഹംപിയിൽ പോണ കാര്യം. ഇതൊക്കെ മോഹൻലാലിൻ്റെ മകൻ അങ്ങനെ ഒരു ലേബലിങ്ങേ ഇല്ല അല്ലേ മനുഷ്യന്? അങ്ങനത്തെ ഇതൊന്നുമില്ല. ബാക്കിയുള്ളവർക്കാണ് അങ്ങനത്തെ പരിപാടികളും കാര്യമുള്ളത്. അവൻ നമുക്കങ്ങനെ തോന്നിയില്ല. അവൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര പെട്ടെന്ന് തന്നെ ജെല്ലായി. നല്ല ടാലൻ്റാണ്. നല്ല എന്താ പറയുക, ഗിറ്റാറൊക്കെ വായിക്കും, എന്താ പറയുക, മ്യൂസിക്കിനെ കുറിച്ച് നല്ല ഇതുണ്ട്. അവൻ എഴുതി പാട്ട് കമ്പോസ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പുറത്തേക്കൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല. ഫോൺ എടുത്തിട്ടൊരു പരിപാടി കാണിച്ചു. ഐഫോൺ എടുത്തിട്ട് അവൻ വായിൽ ഇങ്ങനെ വെച്ചിട്ട് ലൈക്ക് സൗണ്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഒരു മ്യൂസിക് ഇട്ടിട്ട് അവൻ വാവ് 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 എന്നുള്ള രീതിയിലുള്ള പരിപാടി കാണിച്ചിരുന്നു. ഞാൻ അതൊക്കെ ഉണ്ട്, എൻ്റെ കൊള്ളാലോ വീഡിയോ എന്നുള്ളൊരു പരിപാടി വരുന്നത്. ഭയങ്കര അവന് വേറൊരു തരം ടാലൻ്റ് ഉണ്ട്. അവൻ്റെ ആ ടാലൻറ്റുകൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ആരാധകരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ട്. ഇനി അവൻ മറ്റേ ചുമ്മാ നടന്നൊന്നും അറിയാതെ ഒരാൾ ക്യാമറയിട്ട് പുറകെ പോയത് പൊളിയാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവൻ പോകുമ്പോൾ ചുമ്മാ അവനറിയാതൊരു ക്യാമറ പുറകെ പോയി കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും. ബേസിക്കലി ട്രാവലറാണല്ലോ, ഒരു ജിപ്സി കൈൻഡ് ഓഫ് പരിപാടിയാണ്. ഇപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമ വരാൻ നേരത്ത് എന്തൊക്കെ അതിലുണ്ട് എന്ന് നോക്കുന്നത്? അതായത് വേഷത്തിൻ്റെ വലിപ്പം, ആക്ഷൻ സീൻസ്, പ്രൊഡക്ഷൻ ഹൗസ്, ഇപ്പം എന്തൊക്കെയാണ് സിജു വിൽസൺ നോക്കുന്നത്? ഇപ്പോഴും പണ്ടും നോക്കിക്കൊണ്ടിരുന്ന പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതിപ്പോൾ ഒറ്റ സീനാണെങ്കിലും. ഇപ്പോൾ വരനാവശ്യമുണ്ടെന്ന് പറയുന്ന സിനിമ, അതിൽ 2 സീൻസേ വരുന്നുള്ളൂ എനിക്ക്, അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ അതിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, മനസ്സിലായോ? അത് നോട്ടീസ് ചെയ്ത പരിപാടിയാണ്. അതെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ. അൽഫോൺസ് എന്നാണ് അതിൻ്റെ അകത്ത് പേര്. വരനാവശ്യമുണ്ടിൽ പോലീസ് യൂണിഫോം ഇട്ട് കണ്ടിട്ടാണ് വിനയൻ സാർ എന്നെ നോട്ട് ചെയ്യുന്നത്. അതായത് യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ബിൽട്ടായിട്ടുള്ള ഒരാൾ ആരാണ് എന്നുള്ള അന്വേഷിച്ചപ്പോഴാണ് ഇന്ന ആളാണെന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് സാറ് എന്നെ പറ്റി അന്വേഷിക്കുന്നത്. കാരണം ഓരോ സിനിമകൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നല്ല നല്ല എന്താ പറയുക, പെർഫോം ചെയ്യാനുള്ള നല്ല നല്ല കഥാപാത്രങ്ങളും കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആക്ഷൻ ഹീറോകൾ അത്ര കണ്ട് ആരാധിച്ച അച്ഛൻ മകനൊരു ആക്ഷൻ ഹീറോ ആയപ്പോൾ കാണാനില്ല എന്നുള്ളത് എപ്പോഴും ഫീൽ ചെയ്യും? പിന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതായിരുന്നു എപ്പോഴും. അതിപ്പോൾ ആക്ഷൻ പടങ്ങളുടെ ഇത് മാത്രമായിട്ടില്ല, മേജർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയാണ്. കാരണം നമ്മളൊരു 10, 26, 27, 28 വയസ്സാകുന്ന സമയത്തൊക്കെയാണ്
അപ്പന്മാരായിട്ട് കൂടുതലും കമ്പനിയാവാം. ഇപ്പോഴത്തെ ഇത് മാറി, ഇപ്പോഴത്തെ ജനറേഷനും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോഴേ നമ്മളിപ്പോൾ ഞാനൊരു ഫാദറാണ്, അപ്പോൾ ഞാൻ ഇപ്പോഴേ കുട്ടികളുടെ അടുത്ത് ഭയങ്കര ജെല്ലായിട്ട് അങ്ങനെ കമ്പനിയായിട്ടാണ് പോകുന്നത്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവനെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി എന്തെങ്കിലും പണിക്ക് വിട്ടിട്ട് വേണം പപ്പയ്ക്കൊന്ന് ആക്ഷൻ പടമൊക്കെ കണ്ടിരുന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല കേട്ടോ പുള്ളി. അങ്ങനത്തെ ഒരു ആളായിരുന്നില്ല. എപ്പോഴും അടിയായിരുന്നു. എനിക്ക് നല്ല കിട്ടിയിട്ടുണ്ട്, നല്ല അടിയിട്ടുണ്ട്, ഒരുപാട് അടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ചെറുപ്പത്തിൽ. അന്ന് എപ്പോഴും അടിയിട്ടും. ഈ അപ്പന്മാർക്ക് പെൺകുട്ടികളോട് സ്നേഹം കൂടുതലാണെന്ന് അറിയില്ല. അപ്പോൾ ചേച്ചീനെ ഭയങ്കര പൊന്നായിരിക്കലും എനിക്ക് മറ്റേ ഒലയ്ക്കും മട്ടലിനൊക്കെയാണ് അടിയിട്ടുന്നത്. തലവഴിക്കൊക്കെ നല്ല കീറിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു സ്റ്റേജിൽ നിന്ന് നമ്മളൊരു 26, 27, 28 വയസ്സാകുമ്പോഴത്തേക്കും അപ്പന്മാരായിട്ട് കമ്പനിയാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്പന്മാരുടെ കൂടെയൊക്കെ നമ്മളുണ്ട്. അവർ കമ്പനി അടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഒരുമിച്ച് വെള്ളമടിക്കുകയും അല്ലെങ്കിൽ കമ്പനി അടിച്ച് പോണേ എന്ന് പറഞ്ഞ് അങ്ങനെ. അതായത് പണ്ടത്തെ ഒരു രീതിയല്ല, ചെറുപ്പത്തിലുള്ള രീതിയായിരിക്കില്ല, മാറി അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫാദർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു, അല്ലെങ്കിൽ പണ്ടത്തെ ഉണ്ടെങ്കിൽ പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നൊക്കെ ഉള്ളത് പറയണമായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം അത് പറയാൻ പറ്റില്ല, പക്ഷെ അറിയായിരിക്കും. അറിയുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലതുണ്ടല്ലോ. ഈ ഭാര്യ 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? 3 വട്ടോ? 3 ആക്കിയോ? 2 വട്ടോളാ? 2 വട്ടം. 2 വട്ടം. 3 വട്ടമായിരുന്നു. രജിസ്റ്റർ മാരേജും കൂടി കുട്ടിക്കഴിഞ്ഞാൽ 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? അതെന്താ കഥ? അത് കഥയൊന്നുമില്ല. നമ്മൾ 2 റിലീജിയൻ എന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ശ്രുതി ഹിന്ദു ഫാമിലിയിൽ നിന്നാണ്, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്യാനേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. ശ്രുതിക്കും ഓക്കെ ആയിരുന്നു അതിൽ. പക്ഷെ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ കല്യാണം, വീട്ടിലെ കല്യാണം, പെൺകുട്ടിയുടെ കല്യാണം, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ അവസാനത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഇമോഷണൽ അത്യാചാർ വന്നപ്പോൾ ആ സമയത്ത് ഓക്കെ എന്നാൽ രണ്ടുപേരെ ഹാപ്പി ആക്കിയൊക്കെ എന്നുള്ള രീതിയിൽ രാവിലെ എന്താ പറയുക ഹിന്ദു റിച്വൽസ് പ്രകാരം കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ കെട്ടും കഴിഞ്ഞു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി ഞാൻ തീർത്തു. അധികം ബുദ്ധിമുട്ടിച്ചില്ല ആര്. കാരണം ഒന്നാമത് ശ്രുതി മുംബൈയിലായതുകൊണ്ട് അവിടുത്തെ ഫാമിലിയും റിലേറ്റീവ്സും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീർത്തു. രജിസ്റ്റർ ചെയ്ത്, കാരണം നമ്മൾ 2 റിലീജിയൻ ആയതുകൊണ്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം നടക്കുള്ളൂ. അപ്പോൾ ഒക്ടോബറിൽ 3ാമത്തെ കല്യാണം കഴിച്ചു. അങ്ങനെ 3 പ്രാവശ്യം കല്യാണം കഴിച്ചു. ഫാമിലിയുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക് തരുന്നത്, പടങ്ങളില്ലാത്ത സമയത്തും പടങ്ങളുള്ള സമയത്തും. അത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എത്രത്തോളം എഫേർട്ട് ഇട്ട് അതിൻ്റെ പുറകെ നിൽക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇപ്പം ആദ്യത്തെ സമയത്ത് ഇപ്പോൾ മലർവാടി ചെയ്ത് കഴിഞ്ഞ സമയത്ത് റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ നൈബേഴ്സ് വരെ, കാരണം നമ്മൾ മുമ്പിൽ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പരിചയമുള്ളവരാണ്, അടുത്തുള്ള വീട്ടുകാരും ഇതൊക്കെ. മമ്മിയെ കിടന്ന് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും കാണുന്നതാണ്, ഫാദറിലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഈ സിനിമയുടെ പുറകെ ഇങ്ങനെ കാള കളിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ചിന്തയില്ല. വേറെ അല്ലെങ്കിൽ കുടുംബം, ഫാമിലി, മമ്മി, സിസ്റ്റർ ഇവരൊക്കെ നോക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊന്നും പോകുന്നില്ല. നമുക്ക് സിനിമ എന്തെങ്കിലും നേടണം എന്നുള്ളൊരു പരിപാടിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് അങ്ങനത്തെ ഇത് പറഞ്ഞായിരുന്നു. നടക്കണമല്ലോ, അതായത് മലർവാടിയിലൊരിത് കിട്ടിയെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകൾ വരുന്നില്ല. നമ്മളിങ്ങനെ ഓഡീഷൻ എന്ന് പറയുന്നത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സിനെ പോയി കാണുന്നുണ്ട്, എന്നല്ലാതെ സിനിമ നടക്കുന്നില്ല. എല്ലാവരും ഒന്നാമത് സാധാരണക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണക്കാരാണല്ലോ ചുറ്റുമുള്ളത്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം ഒരു സിനിമ കിട്ടി പിന്നെ പടപടപടെ ചെയ്യുന്ന സിനിമ എന്നുള്ള വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്ക് ടു ബാക്ക് സിനിമ ആയിരിക്കുന്നത്. പിന്നെ മാസം മാസമല്ല, അതായത് ഇന്നൊരു സിനിമ നാളെ സിനിമ മറ്റന്നാൾ സിനിമ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് എന്നെ മലർവാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും വഴി കൂടി പോകുന്നവരും കടയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരുടെയും പറ്റും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കടയിൽ ഇരുന്നുണ്ട് ഒരുപാട്. ഞാൻ മാർക്കറ്റിൽ പോയി, പപ്പ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. മമ്മിക്ക് ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറികളും ഹോൾസെയിൽ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഫാദറിൻ്റെ കൂടെ ഞാൻ പോകുമായിരുന്നു മാർക്കറ്റിൽ സാധനങ്ങൾ എടുക്കാനായിട്ട്. പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത് 5 മണിക്ക് എണീറ്റ് പോകണം. 5 മണിക്ക്, അതായത് 4 മണിക്ക് എണീറ്റ് റെഡിയായി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലോഡൊക്കെ വന്ന് ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം. ഓരോന്നും നമ്മൾ കടയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോന്നും തിരഞ്ഞെടുത്ത്, അപ്പോൾ ഞാനങ്ങനെ പോയി തിരഞ്ഞെടുക്കുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ടൊരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ ബീഫ്, നല്ല
ചൂടൻ ബീഫ് ഇങ്ങനെ തിളക്കണ്ടാവും, നല്ല എണ്ണ പത്തിരിയില്ലേ, നല്ല പത്തിരിയും പ്ലേറ്റിൽ. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കടയിലേക്കുള്ള സാധനങ്ങളും പരിപാടികളൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു 3 പത്തിരി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലൊക്കെ ബീഫും ചാറും കൂടി ഇങ്ങോട്ട് കുഴിയാണ്. പത്തിരി ഇങ്ങനെ കുതിർന്നിട്ടുണ്ടല്ലോ, എടുത്തിങ്ങനെ വായിലേക്ക് വെച്ചിട്ട് പൊള്ളിയരുത്, പൊള്ളി ടേസ്റ്റാണ്. അത് കഴിക്കാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത്.